രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മോദിയും സർക്കാരും രംഗത്ത് വന്നിരിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയും അല്ലാതെയുമുള്ള പല കാര്യങ്ങളും മോദി ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിനെ പറ്റിയും അല്ലാതെയുമുള്ള നിരവധി കാര്യങ്ങൾ രാഹുൽ ഗാന്ധി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം എതിർക്കാൻ BJP ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ BJP സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. വർഗീയപരമായ വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ പറഞ്ഞുകൊണ്ടുമാണ് BJP നേതാവായ മോദി ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയും രാഹുൽ ഗാന്ധിക്ക് മെച്യൂരിറ്റി ഇല്ലെന്നും പറഞ്ഞ് കേന്ദ്രമന്ത്രി രംഗത്ത് വന്നിരുന്നു. ഹിന്ദു സമുദായം ഒന്നിച്ചു നിൽക്കേണ്ട നേരമാണിതെന്നും ഒന്നിക്കാതെ ഭിന്നിച്ചു നിന്നാൽ കോൺഗ്രസ് നിങ്ങളുടെ സംവരണാനുകൂല്യം തട്ടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി മോദി പറയുകയാണ്. മഹാരാഷ്ട്രയിലെ ധൂലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദു സമുദായം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും എങ്കിൽ മാത്രമേ അവർക്ക് സുരക്ഷിതമായ നിലനിൽപ്പുള്ളൂ എന്നും മോദി പറയുന്നു. അതല്ലെങ്കിൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ സംവരണ ആനുകൂല്യം മുഴുവൻ തട്ടിയെടുക്കുമെന്നും മോദി പറയുന്നു. പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗം എന്നിവരുടെ ഒന്നിച്ചു നിൽക്കുമ്പോഴുള്ള കരുത്തിനെ തകർക്കാനാണ് കോൺഗ്രസിലെ രാജകുമാരനും ഇന്ത്യ ബ്ലോക്കും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മതത്തിലെ ഒരു സമുദായത്തെ മറ്റൊരു സമുദായവുമായി തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുവഴി ഹിന്ദു സമുദായത്തിന്റെ കൂട്ടായ്മ തകർക്കുകയാണ് ലക്ഷ്യം. പണ്ട് മുതലേ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗം എന്നിവർക്ക് സംവരണം നൽകുന്നത് കോൺഗ്രസിന് ഇഷ്ടമില്ലായിരുന്നു. നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി തൊട്ട് രാജീവ് ഗാന്ധി വരെ ആർക്കും ഹിന്ദു മതത്തിലെ സമുദായങ്ങൾക്ക് സംവരണം നൽകുന്നതിൽ താല്പര്യമില്ലായിരുന്നു. മോദി ഓർമ്മിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത ആളാണെന്നും ഇന്ത്യക്കാരെ വിദേശത്തേക്ക് ഓടിച്ച് നേതാവാകാൻ ആർക്കും കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. BJP ജനങ്ങളെ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വിഭജിക്കുന്നുവെന്ന് രാഹുൽ ആരോപിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തിടെ നാഗ്പൂരിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത ഒരു റാലിയിൽ അകത്തളങ്ങൾ ശൂന്യമായ ഭരണഘടനയുടെ പകർപ്പുകൾ വിതരണം ചെയ്തു. ഇത് അദ്ദേഹത്തെ കൂടുതൽ തുറന്നു കാട്ടുന്നു, റിജിജു അവകാശപ്പെടുന്നു. ഭരണഘടന മാറ്റാനും സംവരണം അവസാനിപ്പിക്കാനും BJP ആഗ്രഹിക്കുന്നുവെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി പലപ്പോഴും ഭരണഘടനയുടെ പകർപ്പ് കാണിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാപരമായ പദവി വഹിക്കുന്നതിനാൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. എന്നിരുന്നാലും രാഷ്ട്രീയ വീക്ഷണകോണിൽ അദ്ദേഹം പക്വതയില്ലാത്ത ഒരാളാണ്. കോൺഗ്രസ് അദ്ദേഹത്തെ പലതവണ ലോഞ്ച് ചെയ്യുകയും റീലോഞ്ച് ചെയ്യുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും പക്വത വന്നിട്ടില്ല. വിദേശത്തേക്ക് ഇന്ത്യക്കാരെ ഓടിച്ച് ഒരാൾക്ക് നേതാവാകാൻ കഴിയില്ല, കേന്ദ്രമന്ത്രി പറയുന്നു. കേരളത്തിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ പ്രിയങ്ക ഗാന്ധിക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് രാഹുൽ ഗാന്ധിയുടെ ചെലവിൽ എന്നതിന്റെ സൂചനയാണോ എന്ന ചോദ്യത്തിന് പാർലമെന്റിലെ എന്റെ അനുഭവം വെച്ച് കോൺഗ്രസിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും റിജിജു പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദലിതരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വ്യാജ വിവരണം വിജയിക്കാനായില്ല. ബാബാ സാഹേബ് അംബേദ്കറെ കോൺഗ്രസ് ആവർത്തിച്ച് അപമാനിക്കുകയും അവരുടെ സൗകര്യാർത്ഥം അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടന ഭേദഗതി ചെയ്യുകയും ചെയ്യുന്നു, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിനുള്ള ജമ്മു കാശ്മീരിലെ നിയമസഭയിലെ പ്രമേയത്തിനെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച റിജിജു ഈ വ്യവസ്ഥ മൂലം പൗരന്മാർക്ക് സംവരണവും മറ്റു ക്ഷേമ ആനുകൂല്യങ്ങളും നഷ്ടമായെന്ന് പറയുന്നു. ഈ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. നിരവധി ആക്ഷേപങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഇതുവരെ മറുപടികളൊന്നും തന്നിട്ടില്ല. എന്നാൽ ശക്തമായ ഭാഷയിൽ തന്നെ രാഹുൽ ഗാന്ധി ഇതിനെല്ലാം പ്രതികരിക്കാൻ സാധ്യതയുള്ളതായാണ് മാധ്യമ വൃത്തങ്ങൾ അറിയിക്കുന്നത്.